ഹായ് സ്റ്റുഡൻസ്, സ്റ്റെപ്പർ മോട്ടോഴ്സ് അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്. അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെപ്പർ മോട്ടോഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി അതിൽ നെക്സ്റ്റ് ടൈപ്പ് സ്റ്റെപ്പർ മോട്ടറാണ് ഇനി പഠിക്കാനുള്ളത്. കുറേയൊക്കെ നമ്മൾ പഠിച്ചു. ഹൈബ്രിഡ് മോട്ടർ, വേരിയബിൾ റിലക്റ്റൻസ് മോട്ടർ, പെർമനന്റ് മാഗ്നറ്റ് മോട്ടോഴ്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. നെക്സ്റ്റ് മോട്ടറാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ലീനിയർ സ്റ്റെപ്പർ മോട്ടർ. ലീനിയർ സ്റ്റെപ്പർ മോട്ടർ അതതിന്റെ പേരിൽ തന്നെ ഉണ്ട്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? ലീനിയർ സ്റ്റെപ്പർ മോട്ടർ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ നമ്മുടെ സാധാരണ റൊട്ടേറ്റിംഗ് മോട്ടോഴ്സിനെ പോലെയൊക്കെ തന്നെയാണ് ലീനിയർ മോട്ടോഴ്സിന്റെയും അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ബേസിക് ആയിട്ട് റൊട്ടേറ്റിംഗ് മോട്ടോഴ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ്. പക്ഷേ ഇതിലെ ബേസിക് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, റൊട്ടേറ്റിംഗ് മെഷീൻസിലാവുമ്പോൾ അതിന്റെ മോഷൻ റൊട്ടേറ്റിംഗ് മോഷൻ ആണ്. പക്ഷെ ഇവിടെയുള്ള മോഷൻ ലീനിയർ മോഷൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞത് നെയിമിൽ തന്നെ അത് എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോ ലീനിയർ സ്റ്റെപ്പർ മോട്ടോഴ്സിന്റെ മോഷൻ ഈസ് ലീനിയർ മോഷൻ rather than റൊട്ടേറ്റിംഗ് മോഷൻ. അതുപോലെ തന്നെ ഈ ലീനിയർ സ്റ്റെപ്പർ മോട്ടോഴ്സ് ഈ ഓപ്പൺ ലൂപ്പ് പൊസിഷൻ കൺട്രോൾ, വെലോസിറ്റി കൺട്രോൾ, ആക്സിലറേഷൻ കൺട്രോൾ അപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ലീനിയർ സ്റ്റെപ്പർ മോട്ടർ. അപ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? ഓപ്പൺ ലൂപ്പ് പൊസിഷൻ കൺട്രോൾ, വെലോസിറ്റി കൺട്രോൾ, ആക്സിലറേഷൻ കൺട്രോൾ അപ്ലിക്കേഷൻസിലൊക്കെയാണ് ലീനിയർ സ്റ്റെപ്പർ മോട്ടർ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ഓപ്പൺ ലൂപ്പ് ഉണ്ട്, ക്ലോസ്ഡ് ലൂപ്പ് ടൈപ്പ് ഉണ്ട്. ഈ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോളിന് വേണ്ടി എന്ത് ചെയ്യും? ലീനിയർ എൻകോഡറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ലീനിയർ സ്റ്റെപ്പർ മോട്ടർ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ വർക്കിങ്ങും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലീനിയർ സ്റ്റെപ്പർ മോട്ടറിൽ ബേസിക്കലി അതിന് രണ്ട് ടൈപ്പാണ്. സാധാരണ ഒരു മോട്ടർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറയും? സ്റ്റാറ്റർ ഉണ്ട്, റോട്ടർ ഉണ്ട് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഈ ലീനിയർ സ്റ്റെപ്പർ മോട്ടറിന്റെ കേസിൽ നോക്കുമ്പോൾ ബേസിക്കലി രണ്ട് പാർട്സ് ആണുള്ളത്. സ്റ്റേഷനറി ട്രാക്കും മൂവിങ് അസംബ്ലി. അപ്പോൾ ഫിഗറിലേക്ക് നോക്കാം. ഇതാണ് അതിന്റെ ഫിഗർ. അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ടുള്ളത് രണ്ട് പാർട്ടാണുള്ളത്. സ്റ്റേഷനറി ട്രാക്കും, ഇതാണ് സ്റ്റേഷനറി ട്രാക്ക്. അതുപോലെ തന്നെ മൂവിങ് പാർട്ട്, മൂവിങ് അസംബ്ലിയാണ് ഈ മുകളിലുള്ളത്. ഈ മൂവിങ് അസംബ്ലിയിൽ കുറെ നമ്പർ ഓഫ് ടീത്ത്സ് കണ്ടില്ലേ? കുറെ ടീത്ത്സ് ഉണ്ട്. ഈ ടീത്ത് സാധാരണ സ്റ്റെപ്പർ മോട്ടറിൽ, കൺവെൻഷണൽ സ്റ്റെപ്പർ മോട്ടറിൽ റോട്ടറിൽ ടീത്ത് ഉണ്ടാവും. അതിന് സിമിലർ ആയിക്കൊണ്ട് തന്നെയാണ് ഇവിടെ റോട്ടറിന് സിമിലർ ആയിക്കൊണ്ടുള്ള പാർട്ടാണ് മൂവിങ് അസംബ്ലി. അപ്പൊ ആ റോട്ടറിൽ കാണുന്ന ടീത്തിന് സിമിലർ ആയിക്കൊണ്ട് തന്നെ മൂവിങ് അസംബ്ലീസിലും ടീത്ത് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഫീൽഡ് വൈൻഡിങ് കണ്ടില്ലേ? രണ്ട് ടൈപ്പ് ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ട്. നമ്മളൊന്നേ കാണിച്ചിട്ടുള്ളൂ. അപ്പോ ഈ മൂവിങ് അസംബ്ലിയിൽ എന്തൊക്കെയുണ്ട്? അതിന് ടീത്ത് ഉണ്ട്. ഇറ്റ് ഈസ് അനലോഗസ് ടു സിമിലർ ടു ദാറ്റ് ഫൗണ്ട് ഇൻ റോട്ടർ ഇൻ എ കൺവെൻഷണൽ സ്റ്റെപ്പർ മോട്ടർ and it consists of field winding, permanent magnet, etc. അടുത്തത് സ്റ്റേഷനറി ട്രാക്ക്. ഈ സ്റ്റേഷനറി ട്രാക്ക് എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ സ്റ്റെപ്പർ മോട്ടറിൽ സ്റ്റാറ്റർ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഈ സ്റ്റേഷനറി ട്രാക്ക് ഇതിൽ. അപ്പോ ഇത് കൺസിഡർഡ് ആസ് എ സ്റ്റാറ്റർ ഓഫ് എ കൺവെൻഷണൽ സ്റ്റെപ്പർ മോട്ടർ. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് പറയാം. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ, ഇതിൽ രണ്ട് ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. അപ്പോൾ ഈ ഫീൽഡ് വൈൻഡിങ്ങിലേക്കാണ് സപ്ലൈ കൊടുക്കുന്നത്. ഫീൽഡ് വൈൻഡിങ് എനർജൈസ് ചെയ്താൽ എന്ത് ചെയ്യും? അതിന്റെ ടീത്ത് അലൈൻ ചെയ്യും. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നോക്കാം. ഇതിന് രണ്ട് ടീത്തും ഒരേപോലെയാണ് നിൽക്കുന്നത് ഏകദേശം അല്ലെ? അപ്പോ ഈ വൈൻഡിങ്ങിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. വൈൻഡിങ് എനർജൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ടീത്ത് എന്ത് ചെയ്യും? അലൈൻ ചെയ്യും. സെയിം പൊസിഷനിലായിട്ട് എന്ത് ചെയ്യും? അലൈൻ ചെയ്യും.
കാരണം ഇത് രണ്ടിന്റെ ടീത്ത് സ്ട്രക്ചർ കണ്ടില്ലേ, ഏകദേശം സിമിലിയർ ടീത്ത് സ്ട്രക്ചർ ആണ് രണ്ട് സ്റ്റേഷനറി പാർട്ടിനും ഈ മൂവിംഗ് അസംബ്ലിയുടെയും ടീത്ത് സ്ട്രക്ചർ സിമിലർ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ അത് സെയിം ആയിട്ട് അലൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കുറച്ച് ഓഫ്സെറ്റ് ഉണ്ടാവും, കണ്ടില്ലേ, കുറച്ച് കറക്റ്റ് അല്ലല്ലോ, ചെറിയൊരു ഭാഗം വിട്ടിട്ടല്ലേ. ഈ ഓഫ്സെറ്റ് വരുന്നത് എന്തിനാന്ന് വെച്ചാൽ നെക്സ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് അവൈലബിൾ ആകുമ്പോൾ ട്രാക്കിൽ നെക്സ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് അവൈലബിൾ ആകുമ്പോൾ അത് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഓഫ്സെറ്റ് കുറച്ചുകൂടെ ഗ്യാപ്പ് വെക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഇലക്ട്രോ മാഗ്നറ്റ് ഇപ്പൊ വൈൻഡിങ്ങിലേക്ക് സപ്ലൈ കൊടുത്താൽ അത് ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അത് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാവും. ഫസ്റ്റ് പെർമനന്റ് മാഗ്നറ്റ് കണ്ടില്ലേ, അപ്പൊ അത് ഉണ്ടാക്കുന്ന ഫ്ലക്സിനെ ഒന്നെന്ത് ചെയ്യും, എയ്ഡ് ചെയ്യും, മറ്റേ ഒപ്പോസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് എപ്പോഴാണ് മൂവ് ചെയ്യുക, ഈ വൈൻഡിങ്ങിലെ എനർജൈസ് ചെയ്യുമ്പോൾ വൈൻഡിങ്ങിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോഴാണ് ഈ മൂവിംഗ് പാർട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോ കറന്റ് ഫ്ലോ ഈ കോയിലിൽ സ്റ്റോപ്പ് ചെയ്താൽ മൂവിംഗ് എന്ത് ചെയ്യും, അപ്പോഴുള്ള ടൂ സെറ്റിൽ എന്ത് ചെയ്യും, അലൈൻ ചെയ്ത് നിൽക്കും. അതിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോഴാണ് മൂവിംഗ് അസംബ്ലി മൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ സമയത്ത് മൂവ്മെന്റ് ഇല്ലാത്ത സമയത്ത് അതുണ്ടോ, അപ്പോൾ സപ്ലൈ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അതിലേക്ക് ഒരു ഹോൾഡിംഗ് ഫോഴ്സ് ഉണ്ടാവും. ഹോൾഡിംഗ് മൂവ്മെന്റ് ഇല്ലാത്ത സമയത്ത് അതിലുണ്ടാകുന്ന ഫോഴ്സ് ആണ് ഹോൾഡിംഗ് ഫോഴ്സ്. പിന്നെ ഇതിലെ ഫീൽഡ് വൈൻഡിങ് എങ്ങനെയാണ് എപ്പോഴാണ് എനർജൈസ് ചെയ്യാന്ന് ചോദിച്ചാൽ അതിനൊരു കൺട്രോളർ സർക്യൂട്ട് ഉണ്ടാവും. അപ്പൊ ആ കൺട്രോൾ സർക്യൂട്ട് നമുക്ക് വേണ്ട അപ്ലിക്കേഷൻ അനുസരിച്ച് ആയിരിക്കും അതിന്റെ എനർജൈസേഷൻ നടക്കുക. അതിന് വേണ്ട പൾസ് കൊടുക്കുന്ന കൺട്രോൾ സർക്യൂട്ട് ആയിരിക്കും. അപ്പോൾ മറ്റേ ഫോർവേഡ് റൊട്ടേഷൻ ആയിരിക്കാം, ഫോർവേഡ് മൂവ്മെന്റ് ആയിരിക്കാം, ബാക്ക്വേർഡ് മൂവ്മെന്റ് ആയിരിക്കും. ഫോർവേഡും ബാക്ക്വേർഡും ഒക്കെ മൂവ് ചെയ്യും ഈ മൂവിംഗ് പാർട്ട്. നമ്മൾ കൊടുക്കുന്ന സപ്ലൈ അനുസരിച്ച് അതിന്റെ പൾസ് അനുസരിച്ചായിരിക്കും അതിന്റെ മൂവ്മെന്റ്, ഏത് ഓൺ ചെയ്യണം, ഏത് വൈൻഡിങ് ഓൺ ചെയ്യണം എന്നുള്ളതൊക്കെ ആ കൺട്രോൾ സർക്യൂട്ടിൽ എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്തിട്ട് വെക്കും അതിന്റെ അപ്ലിക്കേഷൻ അനുസരിച്ച്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. ഓക്കെ. അപ്പൊ അതിന്റെ വർക്കിംഗ് ഒക്കെ ഇത് പറയുന്നുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കണ്ടില്ലേ, ഈ രണ്ട് സ്ലൈഡിലും നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഇതിന്റെ വർക്കിംഗ് ആണ് ഇതെല്ലാം പറയുന്നത്. ലീനിയർ സ്റ്റെപ്പർ മോട്ടറിന്റെ അഡ്വാൻറ്റേജസും അതിന്റെ അപ്ലിക്കേഷൻസും നോക്കാം. ഇതിന്റെ അഡ്വാൻറ്റേജ് ഒന്ന്, ഓപ്പൺ ലൂപ്പ് കൺട്രോൾ, പ്രിസിഷൻ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ. നല്ല പ്രിസിഷൻ ആയിട്ടുള്ള ആക്യുറസി ഉള്ള ഓപ്പൺ ലൂപ്പ് കൺട്രോൾ ഉണ്ട്. അതിന്റെ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ ലോ കോസ്റ്റ് പൊസിഷൻ ആണ്, ലോ കോസ്റ്റ്, കാശ് കുറവുള്ള അപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ കോസ്റ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ അത് പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ കൺട്രോളിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. റിലയബിൾ ആണ്. അതുപോലെ തന്നെ സ്പേസ് ലിമിറ്റ്, സ്പേസ് കുറഞ്ഞുള്ള സ്ഥലത്തൊക്കെ അപ്ലിക്കേഷനൊക്കെ വേണ്ടി ലീനിയർ സ്റ്റെപ്പർ മോട്ടർ യൂസ് ചെയ്യാൻ പറ്റും. ഡയോഡ് സെർവോ ട്യൂണിങ്ങിനൊന്നും ആവശ്യമില്ല. അപ്പോൾ സ്പേസ് കുറഞ്ഞ ഭാഗത്ത് ലീനിയർ സ്റ്റെപ്പർ മോട്ടർ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ അപ്ലിക്കേഷൻസ് ഒന്ന് പിക്ക് ആൻഡ് പ്ലേസ് എക്യുപ്മെന്റിൽ, അതുപോലെ തന്നെ ഹെക്സാപോഡ് റോബോട്ടിൽ യൂസ് ചെയ്യും, പമ്പ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, കൺവെയേഴ്സിൽ, ലബോറട്ടറി എക്യുപ്മെന്റ്സിൽ, വാൾവ് ആക്ച്വേറ്റേഴ്സിലൊക്കെ ഈ ലീനിയർ സ്റ്റെപ്പർ മോട്ടോർസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, കമ്പാരിസൺ ഓഫ് സ്റ്റെപ്പർ മോട്ടോർസ് ഫോർ ഡിഫറെന്റ് ടൈപ്പ് സ്റ്റെപ്പർ മോട്ടോർസ് പഠിച്ചു. അതിന്റെ കമ്പാരിസൺ മേ ബി എക്സാം ചോദിക്കാം. അപ്പോൾ അതിന്റെ കമ്പാരിസൺ ചോദിച്ചാൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. 3 ടൈപ്പാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ഒന്ന് പെർമനന്റ് മാഗ്നറ്റിക് ടൈപ്പ്, വേരിയബിൾ റിലക്റ്റൻസ് ടൈപ്പ്, ഹൈബ്രിഡ് ടൈപ്പ്. അത് കോസ്റ്റ് നോക്കാം. ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഉള്ളത് പെർമനന്റ് മാഗ്നറ്റിക് ടൈപ്പ് ആണ്. പിന്നെ വേരിയബിൾ റിലക്റ്റൻസ് ടൈപ്പ് ആണ്, മോഡറേറ്റ് കോസ്റ്റ് ആണ്. ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ, രണ്ടിനും കൂടി കമ്പൈൻ ഫോം ആയ ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ ഹൈ കോസ്റ്റ് ഉള്ള മോട്ടറാണ്. അതുപോലെ തന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ കൺസ്ട്രക്ഷൻ വേരിയബിൾ റിലക്റ്റൻസ് മോട്ടറാണ്. പിന്നെ മോഡറേറ്റ് കൺസ്ട്രക്ഷൻ വരുന്നത് പെർമനന്റ് മാഗ്നറ്റിക് ടൈപ്പ് ആണ്. ഹൈബ്രിഡ് ആകുമ്പോൾ നോക്കിയാൽ മതി, രണ്ടിനും കൂടി കമ്പൈൻഡ് ഫോം ആണല്ലോ, അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ എന്തായിരിക്കും, കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ. പിന്നെ വെയിറ്റ് നോക്കുമ്പോൾ ഏറ്റവും കുറവ് വെയിറ്റ് ഉള്ളത് വേരിയബിൾ റിലക്റ്റൻസ് ടൈപ്പിനാണ്. പിന്നെ കുറച്ചും കൂടി മോഡറേറ്റ്, പെർമനന്റ് മാഗ്നറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി വെയിറ്റ് ഉണ്ടാവും. അപ്പൊ മോഡറേറ്റ് വെയിറ്റ് ഉള്ളതാണ് പെർമനന്റ് മാഗ്നറ്റിക് ടൈപ്പ്.
ഹൈബ്രിഡ് രണ്ടും കൂടി കമ്പൈൻഡ് ഫോം ചേർത്തുകൊണ്ട് തന്നെ അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. വേരിയബിൾ റെസിസ്റ്റൻസ് മോട്ടറിനേക്കാളും വെയിറ്റ് കൂടുതലാണ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ. നോയിസ് സൗണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് വളരെ കുറവാണ് ഇതിനൊക്കെ പെർമനന്റ് മാൻ ടൈപ്പിനും ഹൈബ്രിഡ് ടൈപ്പിനും. ഹൈബ്രിഡ് അതിന്റെ നല്ല കാര്യങ്ങളൊക്കെ അതിലെന്തായിരിക്കും നോയിസ് ഒക്കെ കുറയും. കാരണം രണ്ടിനും കൂടി നല്ല കാര്യങ്ങൾ മാത്രം എടുത്തുണ്ടാക്കുന്ന മോട്ടർ ആയതുകൊണ്ട്. അത്യാവശ്യം നോയിസ് ഉള്ള മോട്ടറാണ് വേരിയബിൾ റിലക്റ്റൻസ് ടൈപ്പ് മോട്ടർ. ഇനി സ്റ്റെപ്പ് സൈസ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ ക്ലാസ് പറഞ്ഞായിരുന്നു. സ്റ്റെപ്പ് സൈസ് ഒക്കെ നമുക്ക് വളരെ കുറച്ച് സ്റ്റെപ്പ് സൈസിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോട്ടറാണ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ. വളരെ കുറഞ്ഞ സ്റ്റെപ്പ് സൈസിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയ മോട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള അപ്ലിക്കേഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അപ്ലിക്കേഷനുള്ള മോട്ടറാണ് ഹൈബ്രിഡ് മോട്ടർ. ഹൈബ്രിഡ് മോട്ടറിനെ കുറച്ചും കൂടി സ്റ്റെപ്പ് സൈസ് കൂടുതലാണ് ഇതിന് വേരിയബിൾ റിലക്റ്റൻസ് ടൈപ്പ് മോട്ടർ. അതിനേക്കാളും കൂടുതലാണ് പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് മോട്ടർ. ഇത്രയാണ് അതിന്റെ കമ്പാരിസൺ ബേസിക്കലി വരുന്നത്. അപ്പോൾ മേ ബി എക്സാമിന് ചോദിക്കാം. അപ്പൊ അത് നോക്കിയിട്ട് നെക്സ്റ്റ് ആണ് ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്. സ്റ്റെപ്പർ മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബേസിക്കലി രണ്ട് ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സ്റ്റാറ്റിക് ക്യാരി ഉണ്ട്, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നിങ്ങൾ സിലബസിൽ കാര്യമായിട്ട് പറയുന്നത് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുന്നില്ല. ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എനിക്ക് സാധാരണ ചോദിക്കുന്നതും സിലബസിൽ പറയുന്നത്. അപ്പൊ അത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്. വേറൊരു പേരാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു സ്റ്റെപ്പർ മോട്ടറിന് രണ്ട് ടൈപ്പാണുള്ളത്. പുൾ ഇൻ ടോർക്ക്, അതുപോലെ തന്നെ പുൾ ഇൻ ടോർക്ക് ഏരിയയും പുൾ ഔട്ട് ടോർക്ക് ഏരിയയും. കണ്ടില്ലേ, പുൾ ഇൻ കർവ്, പുൾ ഔട്ട് കർവ്. അതിന്റെ എക്സ് ആക്സിൽ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പിംഗ് റൈറ്റ് ആണ്. കിലോ ഹേർട്സിലാണ് അതിന്റെ യൂണിറ്റ് വരിക. അതുപോലെ തന്നെ വൈ ആക്സിൽ ടോർക്ക്, അത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ബേസിക്കലി രണ്ട് ടൈപ്പാണ് ഉള്ളത് സ്റ്റെപ്പർ മോട്ടറിന്റെ കേര. ടോർക്ക് സ്പീഡ് കേര രണ്ട് ടൈപ്പ്, ഒന്ന് പുള്ളിനും പുൾ ഔട്ട് കേരയും. പുള്ളിൻ കേര, പുൾ ഔട്ട് കേര. കണ്ടില്ലേ, ഇതാണ് കേര. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഈ ഏരിയനെ പറയുന്ന പേരാണ് സ്ലീവ് റേഞ്ച് എന്നൊക്കെ പറയും. നമുക്ക് ഓരോ കേരയും നോക്കാം. ഫസ്റ്റ് പുള്ളിൻ കേര. പുള്ളിൻ കേരനെ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റാർട്ടിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് കേര എന്ന് പറയും, അല്ലെങ്കിൽ സിംഗിൾ സ്റ്റെപ്പിംഗ് കേര എന്നൊക്കെ പറയും. പുള്ളിൻ ക്യാരക്ടറിസ്റ്റിന് മറ്റു അതർ നെയിംസ് ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് കേര, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റെപ്പർ മോട്ടർ, അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് കേര, സിംഗിൾ സ്റ്റെപ്പിംഗ് കേര എന്നൊക്കെ പറയാം. ഓക്കെ, ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇവിടെ റോട്ടർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അതാണ് പുള്ളിൻ കർവ്. റോട്ടർ ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? മോട്ടർ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. റോട്ടർ എന്ത് ചെയ്യും? റെസ്റ്റ് ചെയ്യും ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്തതിനു ശേഷം. എന്നിട്ട് പിന്നെ അടുത്ത പൾസ് കൊടുക്കുള്ളൂ. അതാണ് ഈ പുള്ളിൻ കർവിന്റെ പ്രത്യേകത. പുള്ളിൻ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ മാക്സിമം ടോർക്ക് ദാറ്റ് ദ സ്റ്റെപ്പർ മോട്ടർ ക്യാൻ ഡെവലപ്പ് ഇൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് മോഡ് വിത്തൗട്ട് ലോസിങ് സിൻക്രോണൈസ്. അതിനെയാണ് പുള്ളിൻ ടോർക്ക് എന്ന് പറയുന്നത്. പുള്ളിൻ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മാക്സിമം ടോർക്ക് that the stepper motor can develop in start stop mode without losing synchronism. Okay, next നമുക്ക് പഠിക്കാനുള്ളത് പുൾ ഔട്ട് കർവ് ആണ്. ഇതാണ് പുൾ ഔട്ട് കർവ്. പുൾ ഔട്ട് കർവിന്റെ മറ്റൊരു പേരാണ് സ്റ്റെപ്പിംഗ് കേര, അല്ലെങ്കിൽ സ്ലൂയിങ് കേര എന്നൊക്കെ പറയും. പുൾ ഔട്ട് ടോർക്ക് പറയുന്ന അതർ നെയിംസ് എന്തൊക്കെയാണ്? സ്റ്റെപ്പിംഗ് കേര അല്ലെങ്കിൽ സ്ലൂയിങ് കേര. ഇവിടെ ഫസ്റ്റ് മോട്ടർ ഓപ്പറേറ്റ് ചെയ്യുക ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് മോഡിലായിരിക്കും ഫസ്റ്റ് മോട്ടർ ഓപ്പറേറ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യും?
സ്റ്റെപ്പിംഗ് റേറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കണ്ടില്ലേ, ഇതിനേക്കാളും ഫുൾ ഇൻ കർവിനേക്കാളും സ്റ്റെപ്പിംഗ് റേറ്റ് കൂടുതലാണ് ഇതിന് ഫുൾ ഔട്ട് കർവ്. ഫുൾ ഔട്ട് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇസ് ദ മാക്സിമം ടോർക്ക് the stepper motor can develop in slewing mode without losing synchronism. എന്താണ് ഫുൾ ഔട്ട് ടോർക്ക്? ഇറ്റ് ഇസ് ദ മാക്സിമം ടോർക്ക് the stepper motor can develop in slewing mode without losing synchronism. അതിനെയാണ് ഫുൾ ഔട്ട് ടോർക്ക് എന്ന് പറയുക. അപ്പോൾ ഈ മോഡിൽ സിങ്ക്രോണിസം നഷ്ടപ്പെടാതെ ഉണ്ടാകുന്ന മാക്സിമം ടോർക്കിനെയാണ് ഫുൾ ഔട്ട് ടോർക്ക് എന്ന് പറയുക. അതുപോലെ തന്നെ ഫുൾ ഇൻ ടോർക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് മോഡലിൽ സിങ്ക്രോണിസം നഷ്ടപ്പെടാതെ ഉണ്ടാക്കുന്ന മാക്സിമം ടോർക്കിനെയാണ് ഫുൾ ഇൻ ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഡീറ്റെയിൽസ്, ഫുൾ ഔട്ട് കർവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെയുണ്ട്. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കൺട്രോൾ ഓഫ് സ്റ്റെപ്പർ മോട്ടർ. സ്റ്റെപ്പർ മോട്ടോഴ്സിന്റെ കൺട്രോൾ ആണ്. സ്റ്റെപ്പർ മോട്ടർ സാധാരണ യൂസ് ചെയ്യുക പൊസിഷൻ കൺട്രോൾ ആപ്ലിക്കേഷനിലാണ് സ്റ്റെപ്പർ മോട്ടോർ സാധാരണ യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റെപ്പർ മോട്ടോഴ്സ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ അതിന്റെ കൺട്രോൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്താൽ മാത്രമേ അതിന്റെ എഫിഷ്യൻസി, അതിന്റെ വർക്കിംഗ് ഒക്കെ പ്രോപ്പർ ആവുള്ളൂ. അപ്പോ അതിന് എത്ര സ്റ്റെപ്പ് സൈസ് വേണം, അതിന്റെ സ്റ്റെപ്പ് റേറ്റ് എത്രയാണ് എന്നൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിന്റെ മാക്സിമം സ്റ്റെപ്പ് റേറ്റ് അതിന് അലോ ചെയ്യുന്നത് ഫുൾ ഔട്ട് ക്യാരി വെച്ചിട്ടാണ്, മോട്ടറിന്റെ ഫുൾ ഔട്ട് ക്യാരി വെച്ചിട്ടാണ് അതിന്റെ സ്റ്റെപ്പ് റേറ്റ് വേണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ പൊസിഷൻ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ, സ്റ്റെപ്പർ മോട്ടറിന്റെ പൊസിഷൻ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ അതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് പൾസിന്റെ ജനറേറ്റിംഗ് പൾസിന് എന്ത് ചെയ്യും, അതിന് കറക്റ്റ് സീക്വൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ വൈൻഡിങ്ങിലേക്ക് എക്സൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് എക്സൈറ്റ് ചെയ്തിട്ട് മാത്രമേ അതിന്റെ സ്റ്റെപ്പർ മോട്ടറിന് പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കൺട്രോളിങ് രണ്ട് ടൈപ്പ് കൺട്രോളിങ് ഉണ്ട്. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ ഉണ്ട്, ക്ലോസ്. ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ ഡിസ്കഷൻ ചെയ്യും. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ കുറച്ചും കൂടി സിമ്പിൾ കൺട്രോൾ ആണ്. അതുപോലെ തന്നെ വൈഡ്ലി യൂസ് ചെയ്യുന്ന സ്റ്റെപ്പർ മോട്ടറിൽ ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്കീമാണ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ. ഇതാണ് അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം കാണിക്കുന്നത്, കണ്ടില്ലേ? അപ്പോ ഇതിന് ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഒരു കമാൻഡ് കൊടുക്കുന്നത്, ഫസ്റ്റ് കമാൻഡ് എന്ത് ചെയ്യുന്നു, നേരെ പൾസ് ജനറേറ്ററിലേക്കാണ് കൊടുക്കുന്നത്. അഥവാ അതിന് എത്രമാത്രം സ്റ്റെപ്പർ മോട്ടറിന് വേണ്ട പൾസ് ആണ് ഇവിടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. എവിടെയാണ് അതിലെ കൊടുക്കുന്ന പൾസിനെ അത് എപ്പോൾ ഓൺ ചെയ്യണം, ഓഫ് ചെയ്യണം, നിങ്ങൾ അതിന്റെ റോട്ടറിലൊക്കെ ഓരോ പറഞ്ഞു ഇലക്ട്രോമാഗ്നറ്റിക് സപ്ലൈ കൊടുക്കുന്ന ആ പൾസുകളെയാണ് കൺട്രോൾ ചെയ്തിട്ടാണ് ഇതിന്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം പൾസ് ജനറേറ്റ് ചെയ്യണം എന്നുള്ളത് പൾസ് ജനറേറ്റർ എന്ത് ചെയ്യും, ഇത് കമാൻഡ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യും, പൾസ് ഫോം ചെയ്യും. പൾസ് ജനറേറ്റർ എന്താ ചെയ്യുന്നത്, പൾസ് ഫോം ചെയ്യും. അപ്പോൾ കുറെ നമ്പർ ഓഫ് ട്രെയിൻ ഓഫ് പൾസസ് എന്ത് ചെയ്യും, ഇത് ഫോം ചെയ്യും. അത് അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നമ്പർ ഓഫ് സ്റ്റെപ്സ് എത്രയാണ്, അതിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ടൈപ്പ് പൾസ് ആയിരിക്കും ഈ പൾസ് ജനറേറ്റർ ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് പൾസ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ടായ പൊസിഷൻ പൾസും, ഏത് പൊസിഷനാണ് മൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡയറക്ഷൻ പൾസും നേരെ ട്രാൻസ്ലേറ്ററിലേക്ക് കൊടുക്കും. ഈ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലോജിക് കൺട്രോളറാണ്, സിമ്പിൾ ലോജിക് കൺട്രോളറാണ്. അപ്പോൾ ഈ ട്രാൻസ്ലേറ്റർ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ ഓരോ ഫേസും അതിന്റെ കറക്റ്റ് വൈൻഡിങ് സീക്വൻസ്, അതിന്റെ കറക്റ്റ് സീക്വൻസ് എന്ത് ചെയ്യും, എപ്പോഴൊക്കെയാണ് അതിനെ കൊടുക്കേണ്ടെന്ന രീതിയിൽ അതിനെ സീക്വൻസ് സെറ്റ് ചെയ്യുന്ന ആളാണ് ഈ ട്രാൻസ്ലേറ്റർ. ട്രാൻസ്ലേറ്ററിൽ നിന്ന് ഈ പൾസസ് നേരെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. അപ്പൊ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആംപ്ലിഫയറിന്റെ വർക്കിംഗ് എന്താണ്, ആംപ്ലിഫൈ ചെയ്യുക, സിഗ്നൽ എന്ത് ചെയ്യും. അപ്പോൾ ഈ ട്രാൻസ്ലേറ്ററിൽ നിന്ന് വന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും. അങ്ങനെ ഓരോ വൈൻഡിങ്ങിലേക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൊടുക്കേണ്ട സിഗ്നൽ എന്ത് ചെയ്യും, അതിനെ ആംപ്ലിഫൈ ചെയ്യും.
ഓക്കെ. അങ്ങനെ ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ പവർ കൺട്രോളിലേക്ക് കൊടുക്കും. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് അതിന്റെ പൊസിഷൻ, എങ്ങനെയാണ് ഡയറക്ഷൻ, എങ്ങനെ റിവേഴ്സ് ചെയ്യുന്നതൊക്കെ ഓൾറെഡി ട്രാൻസ്ലേറ്ററിൽ ഡിസൈഡ് ചെയ്തു. ആ വന്ന സിഗ്നലിനെ ആംപ്ലിഫയർ എന്ത് ചെയ്തു, ആംപ്ലിഫൈ ചെയ്തു. ആംപ്ലിഫൈ നിന്ന് നേരെ പവർ കൺട്രോളറിലേക്ക് കൊടുക്കും. പവർ കൺട്രോളർ എന്ന് പറഞ്ഞാൽ അതിലുണ്ടാവുന്ന ഡിവൈസസ് പവർ ഇലക്ട്രോണിക് സ്വിച്ചിങ് ഡിവൈസ് ആയിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ ഈ പവർ ഇലക്ട്രോണിക് സ്വിച്ചിങ് ഡിവൈസ് എന്ത് ചെയ്യും, അതിൽ നിന്ന് ആ സ്വിച്ചിങ് ഡിവൈസ് ആണ് അതിനനുസരിച്ച് സ്വിച്ച് ചെയ്തിട്ടാണ് അതിന്റെ സിഗ്നൽസ് നേരെ സ്റ്റെപ്പർ മോട്ടറിലേക്ക് പോകുക. അപ്പോൾ വൈൻഡിങ്ങിലേക്കുള്ള സപ്ലൈ പോകുന്നത് ഈ പവർ ഇലക്ട്രോണിക് ഡിവൈസിൽ നിന്നാണ്. അതിന്റെ സ്റ്റെപ്പർ മോട്ടർ എന്ത് ചെയ്യും, അതിന്റെ റൊട്ടേഷൻ ഒക്കെ എന്ത് ചെയ്യും, അനുസരിച്ച് ഈ ഇവിടെ പവർ കൺട്രോൾ എന്ന് വരുന്ന സിഗ്നൽ അനുസരിച്ചായിരിക്കും അതിന്റെ റൊട്ടേഷൻസും അതിന്റെ പൊസിഷൻ ചേഞ്ചിങ് ഒക്കെ നടക്കും. ഇത്രയേ ഉള്ളൂ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ. അതിന്റെ വർക്കിംഗ് ഒക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇനി ഈ ഓപ്പൺ ലൂപ്പ് കൺട്രോളിന്റെ മേജർ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് ഫീഡ്ബാക്ക് വരുന്നില്ല, ഓപ്പൺ ലൂപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്യാനോ അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് സ്വിച്ചിങ് സീക്വൻസ് കറക്റ്റ് ചെയ്യാനോ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായില്ല, എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് മിസ്സായി പോയി വിചാരിക്കുക. അപ്പോൾ ഇതിന് ഫീഡ്ബാക്ക് വരുന്നില്ല, ഓപ്പൺ ലൂപ്പാണ്. ആ ഫീഡ്ബാക്ക് വരാത്തത് കൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് കറക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് അടുത്ത ഒരു കൺട്രോൾ സ്കീമായ ക്ലോസ് ലൂപ്പ് കൺട്രോൾ സ്കീം. അപ്പൊ അതിലെന്താണ്, ക്ലോസ് ലൂപ്പ് കൺട്രോൾ ആകുമ്പോൾ എന്തുണ്ടാവും, ഫീഡ്ബാക്ക് ഉണ്ടാവും. ഇതാണ് അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് അതിന്റെ ഫിഗർ അതിന്റെ വർക്കിംഗ് പറയാം. കമാൻഡ് നേരെ അല്ലേ, ഡിജിറ്റൽ കമ്പാരേറ്റർ ഉപയോഗിക്കുന്നുണ്ട്, ട്രാൻസ്ലേറ്റർ, ആംപ്ലിഫയർ, പവർ കൺട്രോളർ, സ്റ്റെപ്പർ മോട്ടർ. ഇതാണ് ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഇവിടെ ഇൻക്രിമെന്റൽ എൻകോഡർ വെച്ചിട്ട് നേരെ ഡിജിറ്റൽ കമ്പാരേറ്ററിലേക്ക് ഒരു ഫീഡ്ബാക്ക് പോകുന്നുണ്ട്. ഓക്കെ, അത് നോക്കൂ. ഇതിലെ പ്രത്യേകത എന്താണ്, ഓപ്പൺ ലൂപ്പ് കൺട്രോളും ക്ലോസ് ലൂപ്പ് കൺട്രോളും ഏകദേശം ക്ലോക്ക് ഒക്കെ സെയിം ആണ്. പക്ഷെ ഒരൊറ്റ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്താണ്, ഈ ഫീഡ്ബാക്ക് കണക്ഷൻ വരുന്നുണ്ട്. ക്ലോസ് ലൂപ്പ് കൺട്രോൾ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് കറക്ഷന് വേണ്ടി അവിടെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഫീഡ്ബാക്ക് കൺട്രോളർ, ഫീഡ്ബാക്ക് ഡിജിറ്റൽ കമ്പാരേറ്റർ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഫീഡ്ബാക്ക് മെക്കാനിസം ആയതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പും ഈ ഫീഡ്ബാക്ക് മെക്കാനിസം ചെയ്യും ഡിറ്റക്ട് ചെയ്തിട്ട് അതിന് ഇൻഫോർമേഷൻ നേരെ ഡിജിറ്റൽ കമ്പാരേറ്ററിലേക്ക് കൊടുക്കും. അത് ഡിജിറ്റൽ കമ്പാരേറ്റർ ആവാം, ഒരു കമ്പ്യൂട്ടർ ആവാം. അത് ഒരു ഇൻക്രിമെന്റൽ എൻകോഡർ വെച്ചിട്ടാണ് അത് കൊടുക്കുന്നത്. ഈ ഇൻക്രിമെന്റൽ എൻകോഡർ എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ ആണ്. അഥവാ ഈ മോട്ടറിന്റെ ഷാഫ്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ്, എത്ര ഡിസ്പ്ലേസ്മെന്റിന്റെ സ്റ്റെപ്പ് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ ആണ് ഈ ഇൻക്രിമെന്റൽ എൻകോഡർ എന്ന് പറയുന്നത്. ഈ ഇൻക്രിമെന്റൽ എൻകോഡറിന്റെ ഔട്ട്പുട്ട്, അതിലൂടെയാണ് ഫീഡ്ബാക്ക് വരുന്നത്. ആ ഔട്ട്പുട്ട് നേരെ എന്ത് ചെയ്യും, ഡിജിറ്റൽ കമ്പാരേറ്റർ കൊടുക്കും, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയാം. അതെന്ത് ചെയ്യും, ഈ കമ്പാരേറ്റർ ആണ്. കമ്പാരേറ്റർ ഉദ്ദേശിക്കുന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. അതിന് നമ്പർ ഓഫ് സ്റ്റെപ്പ് ഓർ മോട്ടറിന്റെ നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അത് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ളത് ഇപ്പോൾ കമാൻഡിൽ കൊടുത്തിട്ടുണ്ടാവില്ല, എത്രയാണ് അതിന്റെ മൂവ്മെന്റ്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് നമ്മൾ കമാൻഡിൽ കൊടുക്കും. ആ കമാൻഡിൽ കൊടുത്ത കാര്യവും ഇവിടെ നിന്ന് വന്ന ഫീഡ്ബാക്കും തമ്മിൽ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. രണ്ടും സെയിം ആണോ എന്നുള്ളത് നോക്കും. എന്നിട്ട് അതിനനുസരിച്ച് ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇവിടെ സിഗ്നൽ മാറ്റാൻ വേണ്ടി ആ പൊസിഷൻ പൾസും ഡയറക്ഷൻ പൾസും നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യും, സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും, ആംപ്ലിഫൈ ചെയ്യും, ആ പവർ കൺട്രോളിൽ കൊടുക്കും. ആ സ്വിച്ചിങ് സീക്വൻസ് വെച്ചിട്ട് സിഗ്നൽസ് നേരെ സ്റ്റെപ്പർ മോട്ടറിലേക്ക് കൊടുക്കും. ഈ ട്രാൻസ്ലേറ്റർ, ആംപ്ലിഫയർ, പവർ കൺട്രോളർ ഒക്കെ നമ്മൾ ഓപ്പൺ ലൂപ്പ് കൺട്രോളർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഫീഡ്ബാക്ക് വരുന്നുണ്ട്. ആ ഫീഡ്ബാക്ക് എത്ര സ്റ്റെപ്പാണ് ഈ മോട്ടറിന്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതൊക്കെ ഇൻക്രിമെന്റൽ എൻകോഡർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, കമ്പാരേറ്ററിൽ കൊടുക്കും. ഈ കമ്പാരേറ്ററിൽ ഈ കമാൻഡും ഇവിടെ വന്ന ഫീഡ്ബാക്കും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. അതിനനുസരിച്ച് സിഗ്നൽ എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്ററിലേക്ക് സെൻഡ് ചെയ്യും. ഇത്രയാണ് കൺട്രോൾ സിസ്റ്റം.
ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ കൺട്രോൾ സ്കീം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റെപ്പർ മോട്ടോഴ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.